ശ്രീകണ്ഠാപുരത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം നിയമവിരുദ്ധമെന്ന് വിവരാവകാശ രേഖ. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചട്ടവിരുദ്ധമായാണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് ആരോപണം. പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് രേഖാമൂലം കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ DTPC സ്ഥലം കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന ചുരുക്കം. ATM കൗണ്ടർ, കോഫി ബാർ, ടോയ്ലറ്റ് എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്നാണ് പ്രചരണം. എന്നാൽ പൊതു കക്കൂസിൽ ക്ലോസറ്റ് പോലും സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ വൈദ്യുതി കണക്ഷനും ലഭ്യമാക്കിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ പറയുന്നു. ഈ ശൗചാലയം തികച്ചും അനധികൃതമായിട്ട് കെട്ടിപ്പണിതതാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത്. PWDക്കും വിവരാവകാശ നിയമപ്രകാരം കൊടുത്തപ്പോൾ PWD പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ശൗചാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി പ്രദേശം ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. ഞങ്ങൾക്കൊരു അപേക്ഷ തന്നായിരുന്നു. ആ അപേക്ഷ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മറുപടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്കനുസരിച്ച് വെറും 18 ലക്ഷം രൂപ മാത്രം നിർമ്മാണ ചെലവ് വരുന്ന കെട്ടിടത്തിന് 46 ലക്ഷം രൂപ നിർമ്മാണ ചെലവായെന്ന കണക്ക് തട്ടിപ്പാണെന്ന വിവരാവകാശ രേഖയെ അടിസ്ഥാനമാക്കി പറയാനാകുമെന്ന് ഇടത് യുവജന സംഘടനകൾ ആരോപിക്കുന്നു. മന്ത്രി KC ജോസഫ് തട്ടിപ്പിന് കൂട്ടുനിന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും ആരോപണമുണ്ട്. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ പേരിൽ നടന്ന അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് യുവജന സംഘടനകളുടെ ആവശ്യം. വിനോദ് നെടുവാലൂരിനൊപ്പം റിപ്പോർട്ടർ, കണ്ണൂർ.